ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് വെള്ളപ്പത്തിൻ്റെ കൂടെ ഒരു ചിക്കൻ സ്റ്റ്യൂ ആയാലോ? രസമല്ലേ? വെള്ളപ്പം, ചിക്കൻ സ്റ്റ്യൂ, പിന്നെ നല്ലൊരു ചായയും പൊളിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കി വരാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വലിയുള്ളി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പിന്നെ പച്ചമുളക്, ഇഞ്ചി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പോൾ ഒന്ന് ചൂടായ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ അത് ജസ്റ്റ് കളറ് മാറി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മളെ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കനും ചേർത്ത് നന്നായിട്ട് ഇളക്കി. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൂടെ ചേർത്താനുണ്ട്. കുറച്ച് പട്ട, ഗ്രാമ്പു, പിന്നെ എന്തായിരുന്നു, ഏലക്കായ, അതും കൂടെ ചേർക്കുക. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള്, പിന്നെ കുറച്ച് ഉപ്പ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് പിന്നെ കുരുമുളക് പൊടിയും കൂടെ ഉണ്ട്. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മളെ തേങ്ങയുടെ രണ്ടാം പാലൊഴിച്ചിട്ട് ഒന്ന് ഇളക്കി മൂടി വെക്കാം. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്, കുറച്ച് മതി കേട്ടോ, അത് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത്, നമ്മൾ ഫസ്റ്റ് പാൽ മാറ്റി വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ, അത് കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കറിവേപ്പിലയൊക്കെ കണ്ടമാനമുള്ളതുകൊണ്ട് ചേർക്കുന്നതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് അപ്പോൾ ചിക്കൻ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫസ്റ്റ് പാലും കാഷ്യൂവും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് ഇളക്കി സെറ്റാക്കുക. അപ്പോൾ നമ്മളെ ചിക്കൻ സ്റ്റ്യൂ അടിപൊളിയാണ്. പിന്നെ നമുക്ക് വെള്ളപ്പം കൂടി ചൂടാം. അതിൻ്റെ കൂടെ, വെള്ളപ്പത്തിൻ്റെ കൂടെ ചിക്കൻ സ്റ്റ്യൂവും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ചായയും കൂടെ ഉണ്ടെങ്കിൽ രാവിലെ ഉഷാറാണ് കേട്ടോ. രാവിലത്തെ അടിപൊളി, ഒന്നും ചിന്തിക്കാനില്ല. ഇത് രാവിലെ നല്ല കേട്ടോ, വൈകുന്നേരവും കഴിക്കാം.